മുരളേട്ടൻ എന്ത് പറയുന്നു? കുറേ വിശേഷങ്ങളുണ്ട്, ഒക്കെ നേരിട്ട് പറയാം. ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് മുരളിക്ക്. അതിരിക്കട്ടെ, വൈകുന്നേരം നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? മുരളിയും ഗൗരിയും പിന്നെ നമ്മളും. അയ്യോ നന്ദു, അത് വേണ്ട. വൈകിട്ടൊരു സാംസ്കാരിക സമ്മേളനം ഉണ്ട്. പ്ലീസ്, ഇന്ന് തിരക്കൊക്കെ മാറ്റിവെക്കേ. നമുക്ക് സിനിമയ്ക്ക് പോവാന്നേ. മുരളിക്കത് സന്തോഷമാവും, നമുക്കൊരു റിലീഫും കിട്ടും. എന്നും പ്രസംഗവും മീറ്റിങ്ങും ചർച്ചയൊക്കെ അല്ലേ തനിക്ക്? സിനിമയും പാർക്കും ബീച്ചും ഒക്കെ അങ്ങനെ മറന്നാൽ ശരിയാവില്ലല്ലോ. ശരി, നോക്കാം. പിന്നെ മറ്റൊരു പ്രശ്നമുണ്ട്. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം വാങ്ങാനുണ്ട്. പ്രധാനപ്പെട്ട എന്ത് കാര്യം? ഒരു നല്ല പാവക്കുട്ടി വാങ്ങണം. അത് കിട്ടുന്ന ഒരു കട കണ്ടുപിടിക്കണം. മാഡം, നല്ല ടോയ്സ് കിട്ടുന്ന ഷോപ്പാണെങ്കിൽ എനിക്കറിയാം. പോകുന്ന വഴിക്ക് ഇത് വാങ്ങിക്കണോ? ഏയ് കുഴപ്പമില്ല, പിന്നീട് വാങ്ങാം. ശരി. വിനോദ് പറയാ ഷോപ്പിൽ ചെന്ന് പാവ വാങ്ങണമെന്ന്. പാവയൊക്കെ നമുക്ക് പിന്നെ വാങ്ങാം. ഇന്ന് വേഗം വാ. സിനിമയ്ക്ക് പോകാമെന്ന് മുരളി പറഞ്ഞപ്പോഴേ ഞാൻ ആകെ ത്രില്ലടിച്ചിരിക്കുക. ഒന്നിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളല്ല, ആഴ്ചകളും മാസങ്ങളും ഒക്കെ ആയി. അതെ, നന്ദു പറയുന്ന നേരെ. നമുക്കൊന്നിച്ച് ഔട്ടിങ്ങിനൊക്കെ പോണം. ഞാൻ എന്റെ ജോലികൾ തീർത്തിട്ട് പെട്ടെന്ന് വരാം. താങ്ക് യു മാഡം. നീ വരുന്നതും കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കും. വേഗം വാ. വെറുതെ വെക്കണ്ട, ഞാൻ വരാം. ശരി എന്നാ. വിനോദേ, സാംസ്കാരിക സമ്മേളനത്തിൽ നിന്ന് വൈകാതെ തന്നെ ഒഴിവാക്കണേന്ന് സതീശൻ സാറിനോട് പറയണേ. ശരി മാഡം. തീരാൻ നിന്ന വീട്ടിലെ കാര്യങ്ങൾ കുഴപ്പാവും. ഓക്കെ മാഡം. ശരി. ഹലോ. ഇല്ല, അത് മാറ്റി വയ്ക്കാൻ പറഞ്ഞേക്ക്. MLA ഉടനെ എത്തും അങ്ങോട്ട്. ശരി ശരി, ഓക്കെ. നന്ദ, എടാ, വീട്ടിൽ വന്നു കയറുന്ന മഹാലക്ഷ്മി ആട്ടി ഓടിക്കരുതെന്നാ ചൊല്ല്. പക്ഷെ അച്ഛൻ ചെയ്ത നോക്ക്. മഹാലക്ഷ്മി ഫ്രാൻസിസിന്റെ രൂപത്തിലാ ചന്ദ്രോത്ത ഗേറ്റ് കടന്നു വന്നേ. നിനക്കൊരു ജോലി തരണോന്ന് ആരും ആ ഫ്രാൻസിസിന്റെ മുതലാളിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങോട്ടായിട്ട് വന്നതാ, അത് ഓഫർ ലെറ്റർ ആയിട്ട്. അച്ഛൻ വലിയ ബലം പിടിച്ചു. ആനയാണ് ചേനയാണെന്നൊക്കെ വലിയ ന്യായം പറഞ്ഞു. അച്ഛൻ ന്യായം പറഞ്ഞതിന് കാര്യമുണ്ട് ചേച്ചി. ആ ഫ്രാൻസിസ് എന്തോ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും എനിക്ക് പോസ്റ്റിംഗ് തരുന്നത്. ജോലി സ്വീകരിച്ചു കഴിയുമ്പോഴായിരിക്കും അയാൾ ഡിമാൻഡ് വെക്കുന്നത്. ദേവിയെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിച്ചു കൊടുക്കേണ്ടി വരും. അച്ഛൻ ചെയ്ത് തന്നെ കറക്റ്റ്. വരും. ഒരു പാലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ചേച്ചി ഇതെന്താ പറയുന്നേ? അച്ഛൻ ജീവിതത്തിൽ ഒരു അഴിമതിയും കാണിക്കാത്ത ആളാ. അതെ, അഴിമതി കാണിച്ചിട്ടില്ല. എന്നിട്ട് അച്ഛൻ എന്ത് നേടി? സ്വയം നേടിയില്ല, അത് പോട്ടെ, നമുക്കെന്ത് നേടിത്തന്നു? വിശക്കുമ്പോഴേ ആദർശം വിളമ്പി കഴിക്കാൻ പറ്റുമോ? ഞാൻ അച്ഛനെ കുറ്റം പറയുമല്ല, നാടോടുമ്പോ നടുവേ അങ്ങനെ വേണം. അച്ഛന്റെ കൂടെയുള്ള രാധാകൃഷ്ണ മിനിസ്റ്ററൊക്കെ ഉണ്ടാക്കിയെടുത്ത സ്വത്തുക്കൾ എത്രയാണെന്ന് നിനക്കറിയോ? നിർത്തടി. അങ്ങനെ അഴിമതി പണം കൊണ്ട് ജീവിക്കുന്നതിലും ഭേദം ആത്മഹത്യ. നീ എന്താ പറഞ്ഞത്? അച്ഛൻ വഴിവിട്ട് സമ്പാദിക്കാത്തത് കഴിവുകേടാണെന്നോ? നീ മന്ത്രി രാധാകൃഷ്ണന്റെ മഹത്വം പറയുന്നത് കേട്ടല്ലോ. രാധാകൃഷ്ണനൊക്കെ മരിക്കുന്ന ദിവസത്തോടെ അയാൾ ഇല്ലാതാവും. സിദ്ധുവിനെ പോലുള്ളവർ അങ്ങനെയല്ല. കാലാകാലങ്ങളോളം ആ പേര് നിലനിൽക്കും. പേരുകൊണ്ട് എന്താ അമ്മേ കാര്യം? പേരുകൊണ്ടേ കാര്യമുള്ളൂ. അത് നിനക്ക് ഇന്ന് മനസ്സിലാവില്ല. സിദ്ധുവിന്റെ മഹത്വം മനസ്സിലാവുന്നത് 2 തലമുറ അപ്പുറമായിരിക്കും. അമ്മ ഇങ്ങനെ വികാരം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനോ ദേവികയോ അഴിമതി നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞ. നന്ദൻ ഇങ്ങോട്ടായിട്ട് ജോലി ഓഫറായിട്ട് ഒരാൾ വന്നു, അത് സ്വീകരിക്കായിരുന്നു, അത്രേ പറഞ്ഞുള്ളൂ.
പറഞ്ഞില്ലേ ചേച്ചി, എനിക്ക് ആ ജോലി വേണ്ട. വേണ്ടെങ്കി വേണ്ട. എനിക്ക് നന്നാകാൻ വേണ്ടിയിട്ടല്ല നിന്റെ അടുത്ത് ജോലി സ്വീകരിക്കാൻ പറഞ്ഞത്, നിനക്ക് വേണ്ടിയിട്ടാ. നിനക്ക് ആവശ്യമില്ലെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട. രജനി, സിദ്ധുവിന്റെ പൊതുപ്രവർത്തനത്തിൽ അഭിമാനം കൊള്ളുന്നവളാ ഞാൻ. സിദ്ധുവിനെ കുറിച്ച് ഇനി മോശമായി എന്തെങ്കിലും സംസാരിച്ച എന്റെ സ്വഭാവം മാറും. സിദ്ധുവിന്റെ ആദർശം കാശിനു വേണ്ടിയുള്ളതല്ല, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. മീറ്റിംഗ് എത്ര സമയം എടുക്കും വിനോദ്? അതറിയില്ല മാഡം, എന്തായാലും കഴിയുമ്പോൾ 1 hour ആവും. കൾച്ചറൽ സെന്ററിലെ പ്രോഗ്രാം കഴിഞ്ഞാൽ മറ്റൊന്നും ചാർട്ട് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല മാഡം. എന്നാ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വിനോദ് വീട്ടിൽ പൊയ്ക്കോളൂ. അത് പിന്നെ മാഡം. ഞാൻ മാനേജ് ചെയ്തോളാം, സന്ദീപും ഉണ്ടല്ലോ. ശരി മാഡം. പോവാ. ആ സന്ദീപേ, നോക്കിയോണേ. ശരി മാഡം. ശരി. സന്ദീപ്, സ്പീഡ് കൂടുന്നുണ്ടേ. ഇല്ല മാഡം. എടാ, കുഴമ്പൊട്ടുമില്ല കേട്ടോ. എന്നാ പിന്നെ അമ്മയ്ക്ക് ഇത് നേരത്തെ വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു. ആ വൈദ്യരാണെങ്കിൽ ബുധനാഴ്ച നേരത്തെ അടച്ചിട്ട് പോവുകയും ചെയ്യും. കുഴമ്പ് മാത്രം മതിയല്ലോ അല്ലേ? കഷായത്തിന്റെയും ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടല്ലോ. ശരി. എടാ, രജനി ഇന്ന് വരില്ലേ? വരുന്ന വഴിക്ക് അവളെയും കൂട്ടിക്കൊണ്ടുവാ. വേണ്ടമ്മേ, അവളെ 2 ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു. അമ്മയച്ഛനെയൊക്കെ കണ്ട് കൊതി തീർന്നിട്ട് വന്നാൽ മതിയെന്ന് ഞാനും പറഞ്ഞു. അതൊക്കെ ശരി തന്നെ, പക്ഷെ ദേവികയായിട്ട് വഴക്കിടാതിരുന്നാ മതിയായിരുന്നു. അമ്മ പറഞ്ഞ ശരിയാ, പക്ഷേ രജനി ഇനി എന്തൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിച്ചാലും അതിൽ പെടാതെ രക്ഷപ്പെടാൻ ദേവികയ്ക്കറിയാം. ഞാൻ പോയിട്ട് വരാം. അല്ല, സ്പീഡ് കൂടുന്നുണ്ട്, ഒന്ന് പതുക്കെ പോയേ. സന്ദീപ്, ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? പതുക്കെ പോവാൻ. ഈ സന്ദീപിനോടല്ലേ പറഞ്ഞ് സ്പീഡ് കുറയ്ക്കേ. സന്ദീപിനോടാ പറഞ്ഞ് സ്പീഡ് കുറയ്ക്കാൻ. എന്തായി കാണിക്കുന്നേ? മിണ്ടാതിരിക്കും മാഡം. സന്ദീപേ, എന്റെ ഫോൺ ഇങ്ങി തരാൻ. എന്തായി കാണിക്കുന്നേ? സന്ദീപ്, നിർത്താൻ. സന്ദീപ്, ഒന്ന് നിർത്താൻ. നിനക്ക് പറഞ്ഞു മനസ്സിലാവില്ലേ? പറഞ്ഞേ. കോള് കിട്ടുന്നില്ല അച്ഛാ, സ്വിച്ച് ഓഫാ. ഇന്ന് 4 മണിക്കുള്ള മീറ്റിംഗിന്റെ കാര്യം ചർച്ച ചെയ്യാൻ ദേവികയെ വിളിക്കേണ്ടതായിരുന്നു. എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ. പ്രഭ, മോളും വീട്ടിലേക്കോ മറ്റോ പോകുന്നു പറഞ്ഞിരുന്നോ? ഇല്ലെന്നേ, ഞാൻ രാധികയെ വെറുതെ ഒന്ന് വിളിച്ചു. അവിടെ ചെന്നെങ്കിൽ പറയില്ലേ. സിദ്ധു, പെട്ടെന്ന് പോലീസിൽ അറിയിക്ക്. ഇനിയും കാത്തു നിൽക്കണ്ട. ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവളിപ്പോ വലിയ MLA ആയില്ലേ. വീട്ടിലെപ്പ വരണോന്ന് ഇനി അവൾ നിശ്ചയിക്കും. വെറുതെ ബഹളം കൂട്ടണ്ട.
ഗിരീഷേട്ടാ, എന്താ ദേവിക? ആ, ആരാണത്? ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ, വേണ്ട, ഇത് അവരുടെ പ്ലാനിങ്ങാ. ഒരുപാട് പേരുണ്ട്. ദേവിക, നീ കേറ് കേറ്. ഗിരി വന്നു. ദേവി, നീ ഇതെവിടായിരുന്നു ഇതുവരെ? എന്താ മോളെ, എന്താ പറ്റിയത്? എന്താ സംഭവിച്ചത്? വരട്ടെ സർ, ദേവികെല്ലാം പറയും. ആദ്യമൊന്ന് വിശ്രമിക്കട്ടെ. എന്താ മോളെ, എന്താ വൈകി? ഒന്നും വിളിച്ചു പറയാത്ത എന്താ? മാഡം, കുറച്ച് കഴിയട്ടെ, എല്ലാം അവള് തന്നെ പറയും. മോൾ വാ വാ. എന്താ ഗിരീഷേട്ടാ, എന്താ ഉണ്ടായത്? ചെറിയ പ്രശ്നമുണ്ട്, അതിവിടെ എല്ലാവരും അറിയണം. ദേവികയുടെ ജീവൻ ഭീഷണിയിലാണ്. ഗിരീഷേട്ടാ, എന്താ ഇത്? എന്താ ഗിരീഷേ, എന്താ കാര്യം? കൃത്യമായിട്ടുള്ള കാര്യം എനിക്കറിയില്ല സർ, എല്ലാം ദേവിക തന്നെ പറയട്ടെ. എന്താ ദേവി, എന്താ ഉണ്ടായത്? ഞാൻ വണ്ടിയിലായിരുന്നപ്പോ നന്ദു എന്നെ വിളിച്ചിരുന്നില്ലേ? ആ, കുറച്ചു കഴിഞ്ഞപ്പോ പി ഇറങ്ങിപ്പോയി. അവിടുന്ന് വണ്ടി എടുത്തത് മുതൽ
ഡ്രൈവറുടെ ആറ്റിറ്റ്യൂഡ് മാറി. കാറ് നല്ല സ്പീഡിൽ അയാൾ ഓടിച്ച്. സന്ദീപിനോടല്ലേ പറഞ്ഞ സ്പീഡ് കുറയ്ക്കാൻ? വളരെ യാദൃശ്ചികമായിട്ടാ ദേവികയുടെ കാറ് പോകുന്നത് കണ്ടത്. അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങി ഇറങ്ങുമ്പോഴാ ആളുകൾ പറയുന്നത്. ഗിരിമോഷേ, ആ ഇനിയിപ്പോ സംഘടനാ മീറ്റിംഗ് വരാൻ പോവല്ലേ? പത്രത്തിൽ മാഷിന്റെ പേര് കണ്ടു. ആ, അധ്യാപക സംഘടനകളുടെ ഒരു പൊതുവേദിയാ. ഞാനാ ഞങ്ങളുടെ സംഘടനയുടെ കൺവീനർ. എല്ലാ സംഘടനയും കൂടെ ഒറ്റ വേദിയിലാവുമ്പോ ആകെ ഒരു ജഗപുക ആയിരിക്കുമല്ലേ? ആ, ഈ സംവാദ സദസ്സ ഉദ്ദേശിക്കുന്നത്. എല്ലാ സംഘടനയ്ക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു വേദി. എമ്മെല്ലിയുടെ വണ്ടിയല്ലേ? ഓവർ സ്പീഡാണല്ലോ. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ദേവി, വന്ന് ഫ്രഷ് ആവ്. സർ, ദേവികയ്ക്ക് ഗുരുതരമായ തരത്തിൽ ഭീഷണിയുണ്ടെന്നുള്ളത് വ്യക്തമാണ്. പോലീസിൽ അറിയിച്ച് സംരക്ഷണം തേടണം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പറഞ്ഞ സംഭവങ്ങളിൽ സംശയമൊന്നുമില്ല, എന്നാലും ആകെ ഒരു കഥ കേൾക്കുന്ന പോലുണ്ട്. രജനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിശ്വസിക്കണ്ട. നടന്ന കാര്യങ്ങളാ പറഞ്ഞോക്കെ. എന്നാലും ആരായിരിക്കും ഇത്രയും പകയുള്ള ശത്രു? എനിക്ക് ഏതാണ്ട് ഒരു ഊഹം കിട്ടിയിട്ടുണ്ട്. അരുന്ധതി. അന്നത്തെ സംഭവത്തെ തുടർന്ന് വെല്ലുവിളിയോടെയല്ലേ അവൾ ഇവിടുന്ന് പോയത്. അരുന്ധതി ഗുണ്ടകളെ ഏർപ്പാട് ചെയ്ത് അയച്ചത് തന്നെയാണ്. പക്ഷേ അരുന്ധതി മാഡത്തിന്റെ കൈ ഇതിന് പിന്നിലുണ്ടോന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സംശയിക്കാനൊന്നുമില്ല മോളെ. സിദ്ധു പറഞ്ഞു തന്നെയാ സത്യം. അവസരം നോക്കിയിരിക്കുകയായിരുന്നു അവര്. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാക്കി. പക്ഷെ ദൈവം നമ്മുടെ കൂടെയാ. അതുകൊണ്ടാ ഗിരീഷിന്റെ കണ്ണിൽ നീ വന്ന് പെട്ടത്. ആ, ആദ്യം പോലീസിനെ അറിയിക്കാം, എന്നിട്ട് സെക്യൂരിറ്റിയുടെ കാര്യം നോക്കാം. എന്തായാലും ദേവികിനെ ഒറ്റയ്ക്ക് എവിടെയും പോകണ്ട. എവിടെ പോയാലും നന്ദൻ കൂടെ വേണം. ഒരു MLA-ക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്താൻ ശ്രമിക്കുമോ? കാര്യങ്ങളപ്പോൾ നിനക്ക് ഇതുവരെ വിശ്വാസമായിട്ടില്ലേ? അല്ല, വിശ്വാസം തന്നെ. എന്നാലും ആകെ ഒരു ദുരൂഹത. ചേച്ചി, ഓരോരുത്തരും അനുഭവിക്കുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാതെ എന്ത് പറയാനാ? ചേച്ചി വിശ്വസിക്കണമെന്ന് ആർക്കും നിർബന്ധമില്ല. പോലീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേവിക്ക് ഞാൻ പ്രൊട്ടക്ഷൻ കൊടുക്കും. എന്തായാലും ദേവിക ഒന്ന് ഫ്രഷ് ആവും. എന്താ വാ ദേവി. സർ, നമ്മൾ ഈ വിഷയം ഗൗരവത്തിലെടുക്കണം. ഞാൻ കമ്മീഷണറെ വിളിച്ച് പരാതി കൊടുക്കണം.
ദേവികയെ കൊണ്ട് സ്പീക്കർക്കും സീമനും മെയിൽ അയക്കണം, വാർത്തയിലും വരണം. ഈ സംഭവം അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പോകുന്നില്ല. അമ്മേ, അമ്മേ, രജനി വന്നില്ലേടാ? ഇല്ല, അവളിന്ന് അവിടെ നിൽക്കുക. അമ്മ ഇച്ചിരി കഞ്ഞിയെടുത്തേ, ആകെ ക്ഷീണിച്ച് തളർന്നാ വരുന്നത്. എന്താടാ? പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അമ്മേ. ദേവിക ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടാണ് ഞാൻ വരുന്നത്. എന്തുപറ്റി? മുമ്പും പലവട്ടം സംഭവിച്ചത് ഒരിക്കൽ കൂടെ ആവർത്തിച്ചിരിക്കുന്നു. അവളെ ആരോ അപായപ്പെടുത്താൻ നോക്കി. ഈശ്വര, അവളുടെ ഡ്രൈവറെയും കൂടെ സ്വാധീനിച്ചിട്ടാ ഇത്തവണത്തെ നീക്കം. അമിതമായ സ്പീഡിൽ MLA-യുടെ വാഹനം കടന്നു പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്തോ പന്തികേടുണ്ടല്ലോ തോന്നി പിന്തുടർന്ന് ചെന്നപ്പോ സംശയിച്ചത് നേരാ. ഒരു കാടിന്റെ നടുക്ക് വണ്ടി നിർത്തി ഡ്രൈവർ ഓടി രക്ഷപ്പെടുക, ചുറ്റും ഗുണ്ടകളും. ഈശ്വര, എന്തായാലും ഒന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നീട് ദേവിക തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി ഇൻഫോം ചെയ്തു. 2 എണ്ണത്തിനെ പിടികൂടിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്.